വിവോ Y400 5G വാല്യൂ ഫോർ മണി ഫോണാണോ? ഡിസൈൻ, ഈട്, ബാറ്ററി ലൈഫ് എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന 22,000 രൂപയിൽ താഴെ വിലയുള്ള ഫോൺ തിരയുന്ന ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടാണ് വിവോ Y400 5G പുറത്തിറക്കിയിരിക്കുന്നത്. iQOS 10, മോട്ടറോള എഡ്ജ് 60 ഫ്യൂഷൻ എന്നിവയുമായി ഈ ഫോൺ മത്സരിക്കുന്നു. വിവോ Y400 5G ഇന്ത്യയിൽ 21,999 രൂപയിൽ ആരംഭിക്കുന്നു. കഠിനമായ ബിൽഡും വലിയ ബാറ്ററിയുമുള്ള സ്ലിം ഫോണായ Y400 5G ഇന്ത്യയിൽ വിവോ പുറത്തിറക്കി. വെറും 7.9 കട്ടിയുള്ളതാണെങ്കിലും വിവോ Y400 5Gയിൽ 6000 mAh സെല്ലുണ്ട്. ഇത് Y400 Pro 5Gയിലെ 5500 mAh ബാറ്ററിയേക്കാൾ വലുതാണ്. പൊടി, ജലപ്രതിരോധം എന്നിവയ്ക്കുള്ള IP68, IP69 റേറ്റിംഗുകളും മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി സർട്ടിഫിക്കേഷനും ഇതിനുണ്ട്. ഓഫ്ലൈൻ വിപണിയിലെ താഴ്ന്ന മിഡ്റേഞ്ച് വാങ്ങുന്നവരെയാണ് ഫോൺ ലക്ഷ്യമിടുന്നതെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കരുതുന്നത്? വിവോ Y400 5Gയുടെ 8GB പ്ലസ് 128GB മോഡലിന് 21,999 രൂപയും 8GB പ്ലസ് 256GB മോഡലിന് 23,999 രൂപയുമാണ് വില. വിവോയുടെ ഓൺലൈൻ സ്റ്റോർ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഓഫ്ലൈൻ റീറ്റെയിൽ ചാനലുകൾ എന്നിവയിൽ ഇത് ലഭ്യമാണ്. തിരഞ്ഞെടുത്ത ബാങ്ക് ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾക്ക് 1000 രൂപ വരെ തൽക്ഷണ കിഴിവ് ഉൾപ്പെടെയുള്ള ലോഞ്ച് ഓഫറുകൾ വാങ്ങുന്നവർക്ക് ലഭിക്കും. 1000 രൂപ എക്സ്ചേഞ്ച് ബോണസ്, തിരഞ്ഞെടുത്ത ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് 10% വരെ ക്യാഷ്ബാക്ക്, 0 ഡൗൺ പേയ്മെന്റോടെ 10 മാസം വരെ EMI എന്നിവയുണ്ട്. ഓഗസ്റ്റ് 7 മുതൽ ഗ്ലാം വൈറ്റ്, ഓലിവ് ഗ്രീൻ നിറങ്ങളിൽ ഫോൺ ലഭ്യമാണ്. ഫോണിന് 7.9 മില്ലിമീറ്റർ കനവും 198 ഗ്രാം ഭാരവും പരന്ന വശങ്ങളുള്ള ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേയും ഉണ്ട്. ഫോണിന്റെ മുൻവശത്ത് 120 Hz റിഫ്രഷ് റേറ്റും 1800 nits ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ്സുമുള്ള 6.67 ഇഞ്ച് ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ലഭിക്കും. പ്രോ മോഡലിനേക്കാൾ പീക്ക് ബ്രൈറ്റ്നസ് കുറവാണ്. എന്നാൽ സൂര്യപ്രകാശത്തിൽ വ്യക്തത ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഹൈ ബ്രൈറ്റ്നസ് മോഡ് പ്രോ മോഡലിന് സമാനമാണ്. സ്റ്റീരിയോ സ്പീക്കറുകളുമായി സംയോജിപ്പിച്ചാൽ ഇത് ഫോണിനെ മീഡിയ ഉപഭോഗത്തിന് അനുയോജ്യമാക്കുന്നു. മുൻവശത്തും പിൻവശത്തുമുള്ള ക്യാമറ സജ്ജീകരണം Y400 Pro 5G 50 MP പ്ലസ് 2 MP ബോക്കെ, റിയർ ഡ്യുവോ, 32 MP സെൽഫി ഷൂട്ടർ എന്നിവയ്ക്ക് സമാനമാണ്. ഫലങ്ങളും സമാനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നല്ല ലൈറ്റിംഗ് സാഹചര്യങ്ങളിൽ 50 MP ക്യാമറ മതിയായ വിശദാംശങ്ങൾ, മനോഹരമായ നൈറ്റ് മോഡ് ഷോട്ടുകൾ, മാന്യമായ പോർട്രേറ്റുകൾ എന്നിവ നൽകുന്നു. കസ്റ്റം ബട്ടൺ നിയന്ത്രണങ്ങൾ വഴി അണ്ടർവാട്ടർ ഫോട്ടോഗ്രാഫിയെ ഫോൺ പിന്തുണയ്ക്കുന്നുവെന്ന് വിവോ പറയുന്നു. ഫോൺ IP68, IP69 പൊടി, വെള്ളം എന്നിവയെ പ്രതിരോധിക്കുന്നതും വെറ്റ് ടച്ച് പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതുമാണ്. മെച്ചപ്പെടുത്തിയ ഈടുതലിനായി വിവിധ സ്ട്രെസ് ടെസ്റ്റുകൾ വിജയിച്ചതിന് ശേഷം ഫോണിന് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഹുഡിന് കീഴിൽ 90 വാട്ട് ഫ്ലാഷ് ചാർജുള്ള വലിയ 6000 mAh ബ്ലൂ വോൾട്ട് ബാറ്ററിയാണ് ഫോണിനുള്ളത്. അതിനാൽ Y400 പ്രോയേക്കാൾ വലിയ ബാറ്ററിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, എന്നാൽ അതേ ചാർജിംഗ് വേഗത. ഇത് ബാറ്ററി ഡ്രെയിനേജ്, ചാർജിംഗ് കാലതാമസം എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ലഘൂകരിക്കും. വിവോ 4 വർഷം വരെ ബാറ്ററി ആരോഗ്യവും ഏകദേശം 44 മിനിറ്റിനുള്ളിൽ പൂർണ്ണ ചാർജും അവകാശപ്പെടുന്നു. ആന്തരികമായി വിവോ ഫോൺ സ്നാപ്ഡ്രാഗൺ 4 Gen 2 SoC ആണ് നൽകുന്നത്. 4 നാനോമീറ്റർ SoC കാര്യക്ഷമതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, കൂടാതെ താപപ്രകടനവും ബാറ്ററി ചോർച്ചയും നിയന്ത്രിക്കുകയും വേണം. 21,999 രൂപ മുതൽ വിലയുള്ള വിവോ Y300 5Gയിലും ഇതേ ചിപ്പ് തന്നെയാണ് ഉള്ളത്. 2025-ൽ 10,000 രൂപയിൽ താഴെ വിലയുള്ള ചില ഫോണുകളിലും സ്നാപ്ഡ്രാഗൺ ചിപ്പ് കാണാം. അവസാനമായി വിവോ Y400 5G ആൻഡ്രോയിഡ് 15-നൊപ്പം വരുന്നു. പുതിയ ഫോൺ ടച്ച് S15 പുതിയ AI സവിശേഷതകൾ, സർക്കിൾ ടു സെർച്ച്, AI നോട്ട് അസിസ്റ്റ്, AI ട്രാൻസ്ക്രിപ്റ്റ് അസിസ്റ്റ് പോലുള്ളവ എന്നിവയും മറ്റ് യൂട്ടിലിറ്റികളും വാഗ്ദാനം ചെയ്യുന്നു. ആർക്കാണ് ഇത്? അതിന്റെ സവിശേഷതകൾ അനുസരിച്ച് വിവോ Y400 5G രൂപകൽപ്പന, ഈട്, ബാറ്ററി ലൈഫ്, ദൈനംദിന ഉപയോഗത്തിനായി നല്ല AMOLED സ്ക്രീൻ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന 22,000 രൂപയിൽ താഴെ വിലയുള്ള ഫോൺ തിരയുന്ന ഉപയോക്താക്കളെ ലക്ഷ്യം വച്ചുള്ളതാണ്. വിവോ Y സീരീസ് സാധാരണയായി ഓഫ്ലൈൻ വിപണികളെയാണ് ലക്ഷ്യമിടുന്നത്.
അതിനാൽ വാങ്ങുന്നതിനു മുമ്പ് ഫോൺ കാണാനും പിടിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടുത്തുള്ള ഒരു റീറ്റെയിൽ സ്റ്റോർ സന്ദർശിക്കുക. പ്രകടന സ്കോറുകൾ പിന്തുടരുന്ന ഓൺലൈൻ ആദ്യ എതിരാളികളിൽ നിന്ന് വ്യത്യസ്തമായി ടയർ 2, ടയർ 3 നഗരങ്ങളിൽ വളർച്ച കൈവരിക്കുന്നതിനായി വിവോ വിശ്വാസ്യത, നിർമ്മാണ നിലവാരം, ഓഫ്ലൈൻ സാന്നിധ്യം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നിരുന്നാലും നിങ്ങൾ കൂടുതൽ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഫോണുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് IQ7, മോട്ടറോള എഡ്ജ് 60 ഫ്യൂഷൻ പോലുള്ളവ പരിഗണിക്കാം.